ഹേ ഗായ്സ്, വെൽക്കം ടു ഇഷ സ്പൈസി ടേസ്റ്റ്. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സ്റ്റാർ ഫ്രൂട്ടിൻ്റെ ഒരു അടിപൊളി അച്ചാറാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് പോയത്. അപ്പോൾ അവിടെ കുറേ സ്റ്റാർ ഫ്രൂട്ട്സ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് പറിച്ച് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു അടിപൊളി അച്ചാറാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്ത് കണ്ടല്ലോ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ അച്ചാർ നമ്മൾ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം കേട്ടോ. അതിനായി ഞാനിവിടെ കുറച്ച് സ്റ്റാർ ഫ്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ ഉണ്ടായിരുന്നു, കുറച്ച് ഞങ്ങൾ കഴിച്ചു. ഉപ്പൊക്കെ ഇട്ട് മുളക് പൊടിയൊക്കെ തൂങ്ങി നമ്മൾ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും സ്റ്റാർ ഫ്രൂട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വെള്ളമെല്ലാം നന്നായിട്ട് ഉണക്കിയതിന് ശേഷമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ കൂട്ടത്തിൽ തന്നെ ഞാനിവിടെ കുറച്ച് കരിവേപ്പില, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചിയും നമ്മുടെ കാന്താരി മുളകാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ബാക്കി മസാലകളെല്ലാം അധികമൊന്നും നമ്മൾ ചേർക്കുന്നൊന്നുമില്ല, വിനാഗിരി ഒന്നും ചേർക്കാണ്ട് തന്നെയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ മേൽഭാഗം, മൂക്കിൻ്റെ ഭാഗവും എല്ലാം നമുക്ക് ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. റിമൂവ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അത് അധികം കനമൊന്നും ഇല്ലാണ്ട് തന്നെ ഒരു അധികം കട്ടി കൂടുതലും അല്ല കനം കുറവോ അല്ലാത്ത രീതിയിൽ നമുക്ക് റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല നക്ഷത്രം പോലെ തന്നെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കിട്ടും കേട്ടോ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് കാണുമ്പോൾ. അപ്പോൾ അത് നോക്കിക്കോളൂ. കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു കനത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും റിമൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേ രീതിയിൽ നമ്മൾ ബാക്കിയെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട്സ് എല്ലാം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാം. അതിനായിട്ടൊരു കടായി എടുത്തിട്ടുണ്ട്. കടായിലോട്ട് നല്ലെണ്ണ ആണ് ചേർക്കാൻ പോകുന്നത്. അതൊരു 3 ടേബിൾ സ്പൂണിങ്ങനെ നല്ലെണ്ണയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നല്ലെണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ കടുക്, അതേ സെയിം അളവിൽ തന്നെ 1 ടീസ്പൂണ് ഉലുവയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഉലുവായും കടുകെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു 20 to 25 വെളുത്തുള്ളിയാണ് ചെറുതായിട്ട് ഞാൻ ചോപ്പ് ചെയ്ത്, അതായത് നീളത്തിൽ സ്ലൈസ് ചെയ്താണ്. അതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് അതൊരു ലൈറ്റ് ഒരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ ഈ ഒരു വെളുത്തുള്ളി ഒരുപോലെ ലൈറ്റായിട്ട് ഗോൾഡൻ ഷെയ്ഡായി മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 4 to 5 വത്തലമുളക്, നല്ല എരിവുള്ള വത്തലമുളകായിരുന്നു, അത് ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ തന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചിയും കൂടെ നീളത്തിൽ സ്ലൈസ് ചെയ്ത് അതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം അതിലോട്ട് കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഈ വകയെല്ലാം ആ ഒരു ഇഞ്ചിയുടെ പച്ചമണം മാറുന്നിടം വരെ, നമ്മുടെ കരിവേപ്പില ഒരു ക്രിസ്പിനെസ് ആവുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ കരിവേപ്പിലയും എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ക്രിസ്പിനെസ് ആയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒരു പിടി, അതായത് 1 കപ്പ് ഞാൻ കാന്താരി മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ ഞെടുപ്പൊന്നും കളയാണ്ട് തന്നെ ഡയറക്റ്റ്ലിയാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഈ ഒരു കാന്താരി മുളകും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ലൊരു പൊട്ടലും ഒക്കെ കേൾക്കാം നമുക്ക്. ആ ഒരു കാന്താരി മുളക് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ ആ സമയം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ കാന്താരി ഇവിടെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ആ ഒരു പൊട്ടൽ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ കാന്താരി ഇവിടെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യമനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ ആ ഉപ്പെല്ലാം നന്നായിട്ട് ഒന്ന് യോജിച്ച് വന്നതിന് ശേഷം ഇതിലോട്ട് നമ്മുടെ ഉലുവ 1 ടീസ്പൂണ്, ഉലുവ നമ്മൾ നന്നായിട്ട് വറുത്തതിന് ശേഷം പൊടിച്ചതാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂണ് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഞുറുക്കി വെച്ചിരിക്കുന്ന ആ ഒരു സ്റ്റാർ ഫ്രൂട്ട് നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ വകയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു പച്ചമുളക്, അതായത് കാന്താരി മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കായപ്പൊടിയും ആ ഒരു ഉലുവപ്പൊടിയും എല്ലാം നന്നായിട്ട് യോജിച്ച് വരുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പിൻ്റെ കുറവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം അത് വേണമെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം പാകത്തിലായിരുന്നു. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇതേ രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു സ്റ്റാർ ഫ്രൂട്ടിൻ്റെ വെള്ളമെല്ലാം നമുക്ക് ഊർന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതേ രീതിയിൽ തന്നെ നമുക്ക് അധികം കുഴച്ചെടുക്കുന്ന രീതിയിലുള്ള ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്റ്റാർ ഫ്രൂട്ടിൻ്റെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പെർഫെക്റ്റ്ലി നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം വേണം നമുക്ക് ഒരു ബോട്ടിലൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. നമ്മൾ വിനാഗിരി ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു സ്റ്റാർ ഫ്രൂട്ടിൻ്റെ പുളിയും എല്ലാ കാര്യങ്ങളും നല്ല പെർഫെക്റ്റ്, നല്ല എരിവും പുളിയൊക്കെ ആകുമ്പത്തിന് സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. ഈ ഒരു അച്ചാർ മാത്രം മതി നമുക്ക് ചോറൊക്കെ ധാരാളം കഴിക്കാം. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു ഗ്ലാസ് ബോട്ടിൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി ഉണക്കി, നല്ല ചൂടുവെള്ളത്തിലാണ് കഴുകി എടുത്തേക്കുന്നത്. കഴുകി നന്നായിട്ട് വെള്ളമൊന്നും ഇല്ലാണ്ട് ഉണക്കി എടുത്തേക്കുന്നതാണ്. അതിലോട്ട് നമുക്ക് ഇതുപോലെ ആഡ് ചെയ്ത് നമുക്ക് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. കുറച്ച് ദിവസത്തേക്ക് നമുക്ക് പുറത്ത് തന്നെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് എത്ര നാളത്തേക്കിന് വേണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഒന്ന് കഴിച്ചാൽ മതി. അടിപൊളി ടേസ്റ്റിയാണ്. കഞ്ഞിയുടെ ഒപ്പം കഴിക്കാനും എന്തിൻ്റെ ഒപ്പം, ചോറിൻ്റെ ഒപ്പം വെറുതെ ജസ്റ്റ് ഒന്ന് ഞെരടി കഴിക്കുമ്പോൾ ഈ എരിവും ആ ഒരു കാന്താരിയും ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും ഒക്കെ ടേസ്റ്റ് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളും. നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി സ്പൈസി ടേസ്റ്റിവൽ ചാനൽ ഒന്ന് ഫോളോ ആൻഡ് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും stay tuned, be happy and keep smiling. Thank you for watching and bye bye.